പരാമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും ഇപ്പോൾ KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റഹ്മത്തുള്ള, സന്ദീപ് വാര്യരെ പരിഗണിക്കുകയാണ് തവനൂർ മണ്ഡലത്തിൽ കോൺഗ്രസ്. നല്ല തീരുമാനമായിരിക്കുമോ? ഏറ്റവും ഉചിതമായ തീരുമാനമായിരിക്കും. കാരണം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾ ഒരുപോലെ സന്ദീപ് വാര്യർക്ക് വേണ്ടി രംഗത്ത് വരും എന്നത് ഉറപ്പാണ്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് മുതൽ പാണക്കാട് കുടുംബവുമായി പുലർത്തുന്ന നല്ല ബന്ധം നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല CPM-നും LDF-നുമെതിരെ അതിശക്തമായി ശബ്ദിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് KT ജലീൽ 4ാം ഊഴത്തിന് വരികയാണെങ്കിൽ പോലും അതിശക്തമായി മറുപടി പറയാനും വിജയിക്കാനും സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സന്ദീപ് വാര്യർ അവിടെ ചരിത്രം തിരുത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ അംഗീകരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയായി ആണ് വരുന്നത് എങ്കിൽ ഇത്രയും കാലമുണ്ടായ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭിന്നമായി മറ്റൊരു രൂപത്തിൽ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. KT ജലീൽ മുമ്പ് 17,000 വോട്ടിനാണ് ഒരിക്കൽ ജയിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാനം 2,700 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം. അതും എടപ്പാൾ പഞ്ചായത്ത് എണ്ണിയപ്പോഴാണ് ഫിറോസ് കുന്നുംപറമ്പിലിനെ അദ്ദേഹത്തിന് തോൽപ്പിക്കാനായത്. സന്ദീപ് വാര്യർ കടന്നു വരുന്നതോടെ ചിത്രം മാറുകയും മണ്ഡലം ഒന്നായി തന്നെ UDF അതിശക്തമായ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വിജയ സാധ്യത വളരെ കൂടുതലുണ്ടാകും. പക്ഷേ ഈ സന്ദീപ് വാര്യർ പദവി കിട്ടാത്തതിന്, പരിഗണന കിട്ടാത്തതിന് BJP വിട്ട ഒരാളാണ്. അപ്പോൾ അത് ഈ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകത്തിന് ആ ഒരു എതിർപ്പൊക്കെ ഇപ്പോഴും ഉണ്ടാകും. ജില്ലാ ഘടകത്തിനുമൊക്കെ അത് നിലനിൽക്കുക തന്നെ ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. അത് മാത്രമല്ല, ഇത്തരം വലിയൊരു ഉദ്യമത്തിന് സന്ദീപ് വാര്യരെ നിയോഗിക്കുമ്പോൾ അവിടെ മറ്റു കോൺഗ്രസ്സുകാരുണ്ട്. മറ്റ് കോൺഗ്രസ്സുകാരെ മുഴുവൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. സീറ്റ് വെച്ചുമാറുന്നതിനെ കുറിച്ച് പോലും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു എന്നതാണ് സത്യം. KT ജലീൽ മത്സരിക്കാനില്ല എന്നൊരിക്കൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും രംഗത്ത് വരുന്ന ഒരവസ്ഥയിൽ ആ ഭാഗത്തും ചില പിണക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സന്ദീപ് വാര്യർ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നതല്ല, സന്ദീപ് വാര്യറിനെ പോലെ ലീഗിനും കോൺഗ്രസിനും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ വോട്ടുകൾ കൂടുതൽ കിട്ടാനും വിജയത്തിലെത്താനും ഒക്കെയുള്ള ഏറ്റവും നല്ല സാധ്യതകളാണ് അതിലൂടെ വരാൻ പോകുന്നത് എന്നാണ് എന്റെ നിരീക്ഷണം. അത് അദ്ദേഹം പാലക്കാട് ജില്ലയിൽപ്പെട്ടയാളാണ്, ചെത്തല്ലൂർ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾ വന്ന് മത്സരിക്കുന്നതിനോടുള്ള എതിർപ്പ് കൂടി ഉണ്ടാവുമല്ലോ. പാലക്കാട് ജില്ലയാണെങ്കിലും അദ്ദേഹത്തിനൊക്കെ തവനൂരിൽ വന്ന് നിൽക്കാനും അവിടുത്തുകാരനുമാകാനും ഒക്കെ എളുപ്പമാണ്. 3 തവണ മണ്ഡലത്തിലില്ലാത്ത KT ജലീലിനെ ജയിപ്പിച്ച ആളുകൾ സന്ദീപ് വാര്യരോട് അത്തരം ഒരു അസ്പൃശ്യത പുലർത്തുകയില്ല എന്നതാണ് സത്യം. ശരി റഹ്മത്തുള്ള, എന്തായാലും തവനൂരിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കുവാനുള്ള കരുനീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ലീഗിൽ സന്ദീപ് വാര്യർക്കുള്ള സ്വീകാര്യത ഇതുകൂടി ഒരു പ്രധാന ഘടകമായി മാറുകയാണ്. മറ്റു കോൺഗ്രസ് നേതാക്കൾ PT അജയമോഹൻ, AM രോഹിത് തുടങ്ങിയ ആളുകളെയും പരിഗണിക്കുന്നു. പക്ഷേ VT ബൽറാമിൻ്റെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർക്കാണ് ഇപ്പോൾ സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ ഇതേക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരും.